NG സോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 1 BA ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ ഹെൽ എന്നറിയപ്പെടുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട സെമസ്റ്റർ 1 മൊഡ്യൂൾ 1 ചാപ്റ്റർ 2 ദി ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു പോർഷനിൽ നമ്മൾ ആംഗ്ലോ സാക്സൺ പോയട്രി പറഞ്ഞു, ആംഗ്ലോ സാക്സൺ പ്രോസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആംഗ്ലോ സാക്സൺ പ്രോസ് റൈറ്റിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ്. ആരാണ്? നമ്മുടെ കിങ് ആൽഫ്രഡ്. വെറും കിങ് ആൽഫ്രഡ് അല്ല, കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ആരാണ്, എന്താണ്, എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കും. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. സോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. So King Alfred. So ആരാണ് കിങ് ആൽഫ്രഡ്? King Alfred, also known as the Great, for having made his mark as warrior, administrator, reformer, and scholar. He resisted the onslaughts of the Danes and made peace with them. By the Treaty of Wedmore, he gave over the Danes the Danelaw, the northern part of the kingdom. He fostered a spirit of nationalism and unity by forging friendly relations between the Anglo-Saxons and the Danes. Wessex became the center of learning during his period. So ആരാണ് കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് എന്ന് നോക്കാം. കിങ് ആൽഫ്രഡ് ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് ഫോർ ഹാവിംഗ് മെയ്ഡ് ഹിസ് മാർക്ക് ആസ് വാരിയർ. അദ്ദേഹം ഒരു വില്ലാള് വീരനായിരുന്നു, ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു മികച്ചൊരു ഭരണാധികാരിയായിരുന്നു, ഒരു റിഫോമർ ആയിരുന്നു, ഒരു പരിഷ്കർത്താവായിരുന്നു, അതുപോലെ തന്നെ ഒരു സ്കോളർ ആയിരുന്നു, ഒരു നല്ല ബുദ്ധി വിവേകവും ഒക്കെ ഉള്ള വ്യക്തിയും ആയിരുന്നു. സോ he resisted the onslaughts of the Danes and made peace with them. അദ്ദേഹത്തിന്റെ ലൈഫിനകത്തുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ പീരീഡിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ബൈ ദ ട്രീറ്റി ഓഫ് വെഡ്മോർ എന്ത് ചെയ്തു? അത്രയും കാലം ഇംഗ്ലണ്ടിനെ ഇൻവേഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഡെയിൻസിനെ എന്ത് ചെയ്തു? ആ ഡെയിൻസുമായിട്ടൊരു പീസ് ട്രീറ്റി ഉണ്ടാക്കി. ബൈ ദ ട്രീറ്റി ഓഫ് വെഡ്മോർ ഹി ഗേവ് ഓവർ ദ ഡെയിൻസ് ദ ഡെയിൻ ലോ, ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ കിങ്ഡം. നമ്മൾ ആ ഒരു പോർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞുണ്ട്, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. എന്ത് ചെയ്തു? ആ ഒരു ട്രീറ്റി ഓഫ് വെഡ്മോർ വഴി ചെസ്റ്റർ മുതൽ ലണ്ടൻ വരെ ഒരു ലൈൻ വരയ്ക്കുകയും ആ ലൈനിന്റെ നോർത്തേൺ പോർഷൻ ഡെയിൻസിന് കൈമാറുകയും ചെയ്തു. ഇനി മേലാൽ എന്ത് ചെയ്യരുത്, ആ ലൈൻ കടന്ന് വീണ്ടും ഇങ്ങോട്ട് കയറാൻ വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു താക്കീതോട് കൂടി എന്ത് ചെയ്തു? ഡെയിൻസും ആംഗ്ലോ സാക്സണും തമ്മിലുള്ള ആ ഒരു കോൺസ്റ്റന്റ് ഒരു പ്രശ്നം, ആ ഒരു തർക്കം എന്ത് ചെയ്തു? പരിഹരിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ഓഫ് വെസെക്സ് എന്ന് പറയുന്നത്. And he gave over the northern part of the kingdom to form the Danelaw, and he fostered a spirit of nationalism and unity by forging friendly relations between the Anglo-Saxons and the ഡെയിൻസ്. എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? ഹി ഫോസ്റ്റേഡ് എ സ്പിരിറ്റ് ഓഫ് നാഷണൽസ്. അത്രയും കാലം തമ്മിൽ തല്ലിയിരുന്ന ആൾക്കാരാണ് ആര്? ഈ ഒരു ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കിയിലുള്ള ആ ഒരു 7 കിങ്ഡംസ്. അവർ തമ്മിൽ ഒരു പവർ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെയാണ് എന്ത് ചെയ്തത്? പുറത്ത് നിന്ന് വൈക്കിങ്സും ഡെയിൻസും നോർസ്മെനും ഒക്കെ വന്നിട്ട് ഇൻവേഡ് ചെയ്യാനും കൂടെ ശ്രമിച്ചത്. സോ ഈ ഒരു കംപ്ലീറ്റ് ആ ഒരു കെയോസിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്തു? പീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ കിങ് ആൽഫ്രഡ്. അവരെന്ത് ചെയ്തു? പുറത്തു നിന്ന് ആൾക്കാർക്ക് ഡെയിൻലോ എന്ന് പറഞ്ഞ് കിങ്ഡത്തിന് നോർത്തേൺ പോർഷൻ കൊടുത്തു. ഇനി മേലാൽ അകത്ത് കയറരുത് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇൻവേഡ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഡെയിൻലോ ആയിട്ട് അവർക്ക് ആ ഒരു സ്ഥലവും കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അകത്തുള്ള ആംഗ്ലോ സാക്സൺ കിങ്ഡംസിന് തമ്മിൽ എന്ത് ചെയ്തു? ഒരു യൂണിറ്റി ഉണ്ടാക്കി, ഒരു ഒത്തൊരുമയുണ്ടാക്കി, ഒരു നാഷണൽ സ്പിരിറ്റ്. ആംഗ്ലോ സാക്സൺ കിങ്ഡംസ് ആയിട്ടുള്ള കെന്റ് അല്ലെങ്കിൽ മെർസിയ, നോർത്തംബ്രിയ, വെസെക്സ്, സസെക്സ് അങ്ങനെയുള്ള ആ ഒരു ഇതിന് പകരം ഇംഗ്ലണ്ട് എന്നുള്ള ആ ഒരു കോമൺ നാഷണൽ സ്പിരിറ്റ് ഫോസ്റ്റർ ചെയ്യാനായിട്ട് അദ്ദേഹത്തെ സാധിച്ചു. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യയും പാകിസ്ഥാന്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്തു? ഒരു വര വരച്ച് ബോർഡർ കൊടുത്തിട്ട് അതിന്റെ അപ്പുറത്ത് നിന്നോണം, മേലെ അകത്ത് കയറരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പാകിസ്ഥാനെ താക്കീത് ചെയ്ത് ഇന്ത്യക്ക് അകത്തുള്ള പല മതങ്ങൾ അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വളരെ മികച്ച രീതിയിൽ ഒരു ഭരണം ഉണ്ടായാലുള്ള അവസ്ഥ എന്താണോ ആ ഒരു അവസ്ഥയാണ് ഇംഗ്ലണ്ടിലെ കിങ് ആൽഫ്രഡ് കൊണ്ടുവന്നത്. പുറത്തുനിന്ന് ആക്രമിച്ച് കയറാൻ ശ്രമിച്ച ആൾക്കാരെ ഒരു വര വരച്ച് ബോർഡർ വരച്ച് അതിനപ്പുറത്തുള്ള ലാൻഡ് കൊടുത്തിട്ട് അവിടെ നിന്നോണം എന്ന് പറഞ്ഞു. അകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഒരു നാഷണൽ സ്പിരിറ്റ് ഫോസ്റ്റർ ചെയ്തു. ഒപ്പം തന്നെ ഡെയിൻസും ആംഗ്ലോ സാക്സണും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. സോ ഇതാണ് അദ്ദേഹത്തിന്റെ മേജർ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം എന്ന് പറയുന്നത്.
ആൻഡ് വെസെക്സ് ബിക്കെയിം ദ സെന്റർ ഓഫ് ലേണിംഗ് ഡ്യൂറിംഗ് ഹിസ് പീരീഡ്. അപ്പൊ നമ്മുടെ ഈ ഒരു കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആരായിരുന്നു? നമ്മുടെ വെസെക്സിന്റെ കിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? വെസെക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? വെസെക്സ് ബിക്കെയിം ദ സെന്റർ ഓഫ് ലേണിംഗ് ഡ്യൂറിംഗ് ഹിസ് പീരീഡ്. അതിന് മുമ്പ് നോർത്തംബ്രിയ ആയിരുന്നു. ആ ഒരു ക്രിസ്ത്യാനിറ്റിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാരണം നോർത്തംബ്രിയ ആയിരുന്നു കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട്. ലേണിംഗ്സിന്റെ കേസിൽ നോക്കുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നോർത്തംബ്രിയക്കായിരുന്നു. ആ ഒരു സെന്റർ ഓഫ് ലേണിംഗ് എന്നുള്ള ആ ഒരു പദവി നോർത്തംബ്രിയയിൽ നിന്നും ഏതിലേക്ക് വന്നു? വെസെക്സിലേക്ക് വന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? നോർത്തംബ്രിയൻ ഡയലക്റ്റിന് പകരം വെസ്റ്റ് സാക്സൺ ഡയലക്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസും കൂടെ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ അങ്ങനെയാണ് ആ ഒരു വെസ്റ്റ് സാക്സൺ ഡയലക്റ്റ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആകുന്നത്. In order to repair the ravages of the Danish raids, he filled the monasteries with competent teachers. He studied Latin and translated or caused to be translated into English works from Latin. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ആ ഒരു ഡെയിൻസിന് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ലാൻഡ് കൊടുത്തു. ഡെയിൻലോ എന്ന് പറഞ്ഞ പുതിയൊരു ലാൻഡ് കൊടുത്തു. പക്ഷെ അപ്പോഴും എന്തുണ്ട്? അവര് ആ ഒരു ലാൻഡ് കൊടുക്കുന്നതിന് മുമ്പ് അവർ ഉണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങൾ ആ രാജ്യത്ത് നിൽക്കുകയാണ്. സോ അദ്ദേഹം എന്ത് ചെയ്തു? അത് പുനർനിർമ്മിക്കുന്നത്. അത് ആ കെട്ടിടങ്ങൾ പൊളിഞ്ഞതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാശങ്ങൾ മാത്രമല്ല, പകരം ആ ഒരു സൊസൈറ്റിയിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ, പണ്ട് ബ്രിട്ടീഷുകാർ വന്നു, അവർ കുറെ കാര്യങ്ങൾ ചെയ്തു, അവരിപ്പോ പോയി. പക്ഷെ അവർ പോയെങ്കിലും അവർ കൊണ്ടുവച്ച ആ ഒരു തമ്മിത്തല്ലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും ഇന്നും ഇന്ത്യയെ വേട്ടയാടുകയാണ്. സോ ഇത്തരത്തിൽ സമൂഹത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള കുറെ തകരാറുകളുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ റിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്തു? കിങ് ആൽഫ്രഡ് എന്ത് ചെയ്യാണ്? അവിടുത്തെ മൊണാസ്ട്രീസിൽ വളരെ മികച്ച രീതിയിലുള്ള അധ്യാപകരെ, ടീച്ചേഴ്സിനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? മൊണാസ്ട്രീസിൽ ഫില്ല് ചെയ്യുകയാണ്. ആ ഒരു ബേസ് ലെവലിൽ നിന്ന്, എഡ്യൂക്കേഷൻ ലെവലിൽ നിന്ന് തന്നെ ചേഞ്ച് തുടങ്ങുകയാണ്. ആൻഡ് ഓൾസോ ഹി സ്റ്റഡീഡ് ലാറ്റിൻ ആൻഡ് ട്രാൻസ്ലേറ്റഡ് ഓർ കോസ് ടു ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് വർക്ക്സ് ഫ്രം ലാറ്റിൻ. അദ്ദേഹം സ്വയം ലാറ്റിൻ പഠിക്കുകയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? ലാറ്റിനിലുള്ള പല വർക്ക്സും എന്ത് ചെയ്തു? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കാരണമാകുക അല്ലെങ്കിൽ അതിന് ഒരു തുടക്കം കുറിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ആര്? നമ്മുടെ കിങ് ആൽഫ്രഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്ത് എന്ത് ചെയ്യുന്നു? ഒരുപാട് ട്രാൻസ്ലേഷൻസ് ലാറ്റിനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ആ ഒരു ലാംഗ്വേജ് കൂടുതൽ എന്താകും? കൂടുതൽ സിമ്പിൾ ആവും അല്ലെങ്കിൽ കൂടുതൽ കോമൺ പീപ്പിളിന് അപ്പീലിംഗ് ആയിട്ട് മാറും. കാരണം ലിറ്ററേച്ചർ വളരെയാണ്. ഒരുപാട് പുതിയ ട്രാൻസ്ലേഷൻസ് ഒരു ഭാഷയിലേക്ക് വരുമ്പോൾ ആ ഒരു ലാംഗ്വേജ് സ്വാഭാവികമായിട്ടും ഡെവലപ്പ് ചെയ്യാണ്. സോ ആ ഒരു ലാംഗ്വേജിന് കൂടുതൽ സ്ഥിരത കൈവരിക്കുകയാണ് ഉണ്ടാകുന്നത്. സോ അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിലും കിങ് ആൽഫ്രഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹി സ്റ്റഡീഡ് ലാറ്റിൻ ആൻഡ് ട്രാൻസ്ലേറ്റഡ് ഓർ കോസ്ഡ് ടു ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് വർക്ക്സ് ഫ്രം ലാറ്റിൻ. ഇനി ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്ക്സിന്റെ ചീഫ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദ ചീഫ് എമംഗ് ദ ട്രാൻസ്ലേഷൻസ് വേർ ഫസ്റ്റ് വൺ എ ട്രാൻസ്ലേഷൻ ഓഫ് ബീഡ്സ് ecclesiastical history of the English race so that the unlettered man might know his country better. അതായത് സാധാരണക്കാരനായിട്ടുള്ള ലാറ്റിൻ അറിയാത്ത വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ, സ്വന്തം രാജ്യത്തിന്റെ ചരിത്രം പഠിക്കാനായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തു? ബീഡിന്റെ, വെനറബിൾ ബീഡിന്റെ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് റേസ് എന്ന് പറയുന്ന ആ വർക്ക് എന്ത് ചെയ്തു? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഉദ്ദേശം എന്തായിരുന്നു? അൺലെറ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാറ്റിൻ ഒന്നും അറിയാത്ത സാധാരണക്കാരനായിട്ടുള്ള ഇംഗ്ലീഷ് മാത്രം അറിയുന്ന വ്യക്തികൾക്കും സ്വന്തം രാജ്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്തു? ഹി ട്രാൻസ്ലേറ്റഡ് വെനറബിൾ ബീഡ്സ് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് റേസ് ഇൻ ടു English so that the unlettered man might know their country better. ഇനി രണ്ടാമത്തത് a translation of Cura Pastoral or Pastoral Care, a manual of instructions for the clergy written by Pope Gregory. നമ്മുടെ ആ ഒരു റോമൻ കാത്തലിക്കിന്റെ മെയിൻ ആയിട്ടുള്ള പോപ്പ് ഗ്രിഗറി എഴുതിയിട്ടുള്ള ക്ലർജീസിനോടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഒരു ഗൈഡ് ബുക്ക് പോലെയുള്ള ഒരു വർക്കാണ് നമ്മുടെ ക്യൂറ പാസ്റ്റർ അഥവാ പാസ്റ്ററൽ കെയർ എന്ന് പറയുന്നത്. സോ ആ ഒരു വർക്കിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടാക്കി. എ ട്രാൻസ്ലേഷൻ ഓഫ് ക്യൂറ പാസ്റ്ററൽ ഓർ പാസ്റ്ററൽ കെയർ, എ മാനുവൽ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ ക്ലർജി റിട്ടൺ ബൈ പോപ്പ് ഗ്രിഗറി. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് എ ട്രാൻസ്ലേഷൻ ഓഫ് ഒറോസിയസ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. ആൻഡ് ഫോർത്ത് വൺ ബോയ്റ്റസ് കോൺസലേഷൻ ഓഫ് ഫിലോസഫി. സോ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള കിങ് ആൽഫ്രഡിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കിങ് ആൽഫ്രഡ് കാരണമായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഫ്രം ലാറ്റിൻ ടു ഇംഗ്ലീഷ് എന്ന്
പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, എ ട്രാൻസ്ലേഷൻ ഓഫ് വെനറബിൾ ബീഡ്സ് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് റേസ്. അതിന്റെ കാരണം എന്താണ്? സോ ദാറ്റ് ദ അൺലെറ്റേർഡ് മാൻ മൈറ്റ് നോ ദെയർ കൺട്രി ബെറ്റർ. രണ്ടാമത്തത്, എ ട്രാൻസ്ലേഷൻ ഓഫ് ക്യൂറ പാസ്റ്ററൽ ഓർ പാസ്റ്ററൽ കെയർ, എ മാനുവൽ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ ക്ലർജി റിട്ടൺ ബൈ പോപ്പ് ഗ്രിഗറി. തേർഡ് വൺ, എ ട്രാൻസ്ലേഷൻ ഓഫ് ഒറോസിയോസ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. And fourth one, Boethius' Consolation of Philosophy. King Alfred is the greatest name to be remembered in the history of Old English prose. Old English prose writingsലെ തന്നെ അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ തന്നെ ഏറ്റവും റിമെമ്പേർഡ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് നെയിം ആണ് ആര്? കിങ് ആൽഫ്രഡ് എന്ന് പറയുന്നത്. ഹി വാസ് ദ ഗൈഡിംഗ് സ്പിരിറ്റ് ബിഹൈൻഡ് ദ ട്രാൻസ്ലേഷൻ വർക്ക്സ് ഓഫ് ദ ഇൻ ദ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ നടന്നിട്ടുള്ള മിക്ക ട്രാൻസ്ലേഷൻസിനെയും പിന്നിലുള്ള വ്യക്തിയാണ് ആര്, അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള വ്യക്തിയാണ് ആര്? നമ്മുടെ കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. ആൽഫ്രഡ്സ് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ. അപ്പൊ ഇത്തരത്തിലുള്ള പല ട്രാൻസ്ലേഷൻ വർക്ക്സ് നമ്മുടെ ബീഡിന്റെ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് റേസും അതുപോലെ ക്യൂറ പാസ്റ്ററൽ ഓഫ് പോപ്പ് ഗ്രിഗറിയും അതുപോലെ തന്നെ എന്താണ് ജിയോഗ്രഫിക്കൽ ഹിസ്റ്ററി ഓഫ് ദ വേൾഡും കൺസലേഷൻ ഓഫ് ഫിലോസഫി, ഇങ്ങനെ പല ട്രാൻസ്ലേഷൻ വർക്ക്സ് നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ഓഫ് വെസെക്സിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന വർക്കാണ് ഇത് ദി ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറയുന്ന വർക്ക്. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്, എക്സാമിനും ചോദിക്കുന്ന, അതുപോലെ തന്നെ പിന്നീട് ഭാവിയിൽ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറയുന്നത്. Anyway, King Alfred is the first Englishman to have encouraged the making of English prose. ഇംഗ്ലീഷ് പ്രോസ് റൈറ്റിംഗ്സിന് തന്നെ ഒരു സ്റ്റിമുലസ് കൊടുത്ത, അതിനെ എന്ത് ചെയ്ത, അതിൽ കൂടുതൽ എഴുതാൻ ആൾക്കാരെ പ്രേരിപ്പിച്ച് എൻകറേജ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ കിങ് ആൽഫ്രഡ് എന്ന് പറയുന്നത്. കിങ് ആൽഫ്രഡ് ഈസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് മാൻ ടു ഹാവ് എൻകറേജ്ഡ് ദ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് പ്രോസ് ആൻഡ് ഹെൻസ് ഹി ഈസ് ലുക്ഡ് അപ്പോൺ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ്. 1 മാർക്കിന് എളുപ്പം ചോദിക്കാം, ഹു ഈസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ് എന്ന് ചോദിച്ചാൽ ആരാണ്? കിങ് ആൽഫ്രഡ് ഓഫ് വെസെക്സ്, കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ഓഫ് വെസെക്സ്. മൂപ്പരാണ് എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് പ്രോസിനകത്ത് എഴുതാനായിട്ട് ആൾക്കാരെ ആദ്യമായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹി ഈസ് ലുക്ഡ് അപ്പോൺ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ്. സോ ഇതാണ് കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും 4 മാർക്ക് ക്വസ്റ്റ്യൻ കിങ് ആൽഫ്രഡിനെ കുറിച്ച് എഴുതാൻ 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അഥവാ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിനെ കുറിച്ച് എസ് ചോദിക്കുകയാണെങ്കിലും കിങ് ആൽഫ്രഡിനെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടൂ. ഫുൾ മാർക്ക് അല്ല, എന്നാലും നല്ലൊരു മാർക്ക് കിട്ടണമെങ്കിൽ കിങ് ആൽഫ്രഡിനെ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാൻ പോകുന്നതാണ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ.